തൃപ്പൂണിത്തുറയിലെ ഓൾഡ് സെൻട്രൽ ടോക്കീസ് ലേസർ പ്രൊജക്ഷനായിട്ട് അപ്ഗ്രേഡ് ചെയ്തതിനു ശേഷം 6 സിനിമകൾ കണ്ടതിന് ശേഷമുള്ള എന്റെ അഭിപ്രായമാണ് ഇന്നത്തെ വീഡിയോ. സ്ക്രീൻ 1 സൂര്യ ലേസർ 4K പ്രൊജക്ഷനും സ്ക്രീൻ 2 മാരുതി 2K ലേസർ പ്രൊജക്ഷനായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ വണ്ടി ചാർജ് ചെയ്യാനുള്ള 2 ചാർജിംഗ് സ്റ്റേഷനും ഇവിടെ അവൈലബിൾ ആണ്. എന്നേക്കാൾ കൂടുതൽ ഇവിടെ സിനിമ കണ്ടിരിക്കുന്നത് എൻ്റെ അമ്മയും എൻ്റെ അനുജനുമാണ്. കാരണം അവരുടെ സ്കൂൾ ഇവിടെ തൊട്ടടുത്താണ്. അവരുടെ സ്കൂളിൽ നിന്ന് പൊതുവെ സിനിമയ്ക്ക് കൊണ്ടുവരുന്നത് ഇതേ തിയേറ്ററിലാണ്. ഇതാ നേരെ കാണുന്നതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറും സ്ക്രീൻ 1ലേക്കുള്ള പ്രൊജക്ഷൻ റൂമിലേക്കുള്ള വഴിയും. നോർമൽ സീറ്റ് 150 240 രൂപ സോഫയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഇവിടെ 2 വീലർ പാർക്കിംഗും പുറകിൽ വിശാലമായ 4 വീലർ പാർക്കിംഗും അവൈലബിൾ ആണ്. കഴുത്തിറക്കുന്ന മൾട്ടിപ്ലക്സ് പോലെയൊന്നുമല്ല, കാർ പാർക്കിംഗ് വരെ ഇവിടെ ഫ്രീ ആണ്. ഈ കാർ പാർക്കിങ്ങിലേക്ക് വരുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് 2 വീലർ പാർക്കിംഗ് സ്പേസ്. ഇഷ്ടം പോലെ വണ്ടി വെക്കാനുള്ള സ്ഥലമുണ്ട്. ഫ്രണ്ട് എൻട്രൻസ് കയറുമ്പോൾ തന്നെയാണ് സ്ക്രീൻ 1 വരുന്നത്. 4K ലേസർ വിത്ത് ഡോൾബി അറ്റ്മോസ് സ്ക്രീനാണ് സ്ക്രീൻ 1. ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ കാണുന്ന കഫ്റ്റീരിയ ആണ്. എന്തായാലും വെയിറ്റിംഗ് ഏരിയയും ഒരുപാട് ഉണ്ട് ഇവിടെ. കഫ്റ്റീരിയ നടത്തുന്നത് ഈ ചേട്ടനാണ്. ഇലക്ട്രിക്കൽ ചാർജിംഗ് സ്റ്റേഷന്റെ സൈഡിലായിട്ടാണ് സ്ക്രീൻ 2 വരുന്നത്. സ്ക്രീൻ 2 ലേസർ വിത്ത് ഡോൾബി 7.1 എക്യുപ്ഡ് ആണ്. വാഷ്റൂം ഒക്കെ എന്റെ അഭിപ്രായത്തിൽ എക്സ്ട്രീംലി നീറ്റാണ്. ഈവൻ ഒരുപാട് വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. സീറ്റ്സ് ഒക്കെ ധാരാളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇരിക്കാനായിട്ട്. വനിതയിലെ പോലെ തന്നെ ഇവിടെ ഒരുപാട് സെലിബ്രിറ്റീസ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ മീഡിയയുടെ ശല്യം ഇല്ല എന്നുള്ളത് വലിയൊരു ഗുണമാണ്. അതുകൊണ്ട് തന്നെ സെലിബ്രിറ്റീസും ജനങ്ങൾക്ക് സമാനമായിട്ട് സിനിമ കാണാം. മറ്റൊരു ഇഷ്ടപ്പെട്ട കാര്യം ഇവിടുത്തെ കഫറ്റീരിയാണ്. വളരെ അഫോർഡബിൾ ആയിട്ട് ഫീൽ ചെയ്തു. ഒരു കാര്യം പറയാം, ഇവിടെ വന്നു കഴിഞ്ഞാൽ വിശന്നിരിക്കേണ്ട ദാഹിച്ചിരിക്കേണ്ട അവസ്ഥ വരില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാനും കുടിക്കാനും പറ്റും. എനിക്കിന്ന് ഇവിടെ 2 സിനിമ കാണാനുണ്ട്. സിനിമ തുടങ്ങുന്നതിന് മുന്നേയും സിനിമയുടെ ഇന്റർവെൽ ടൈമിൽ ഞാൻ വന്ന് ഫുഡ് കഴിച്ചു. ഇവിടെ നിന്ന് കഴിച്ച ഓരോ കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ തൽക്കാലം മേടിച്ചിരിക്കുന്ന വെള്ളവും കപ്പലിയാണ്. ഇനി ഞാൻ കാണാൻ വന്നിരിക്കുന്ന സിനിമ ബസൂക്കയാണ്. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ അഭിപ്രായം ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടില്ലായിരുന്നു. ക്രിസ്റ്റിയുടെ 4K ലേസർ പ്രൊജക്ഷനും പൾസിന്റെ ഡോൾബി അറ്റ്മോസ് സ്പീക്കർ സെറ്റപ്പും യൂണിപോളാറിന്റെ 3D മോഡുലേറ്റർ ആണ് ഇവിടെ എക്യുപ്പ് ചെയ്തിരിക്കുന്നത്. സീറ്റ് നോർമൽ ടൈപ്പ് ഒരു ഡീസന്റ് സീറ്റിംഗ് ആണ്. എടുത്തു പറയത്തക്കത് ഭയങ്കര സംഭവമൊന്നുമല്ല. പക്ഷെ ഇവിടുത്തെ പ്രൊജക്ഷനും ഇവിടുത്തെ സൗണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് എന്തായാലും ഇതിനെപ്പറ്റി ഞാൻ സംസാരിക്കാം. വളരെ റീസെൻ്റ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തൊരു പ്രൊജക്ടർ ആയതുകൊണ്ടും സ്പീക്കർ ആയതുകൊണ്ടും അതിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ അറിയാനുണ്ട്. നല്ല രീതിയിൽ ട്യൂണിങ് ചെയ്തിട്ടുണ്ട് സ്പീക്കേഴ്സ്. ഏകദേശം 33 അടിയോളം ഉണ്ട് സ്ക്രീൻ. അത്യാവശ്യം സീറ്റിംഗും ഉണ്ട് തിയേറ്ററിൽ. നല്ല രീതിയിൽ ലൈറ്റിങ്ങും ആംബിയൻസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഓവറോൾ മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്ക്രീൻ 1 നല്ല ഇംപ്രസീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സെലിബ്രിറ്റീസ് ഒക്കെ മോസ്റ്റ്ലി ഈ സോഫ സീറ്റാണ് സെലക്ട് ചെയ്യുന്നത്. 250 രൂപയുടെ സീറ്റാണിത്. ആ പ്രൈസ് എനിക്ക് ആക്ച്വലി അഫോർഡബിൾ ആയിട്ടാണ് ഫീൽ ആയത്. പ്രൊജക്ടർ ക്രിസ്റ്റിയുടെ ഏറ്റവും പുതിയ 4K 4th gen പ്രൊജക്ടറാണ്. അതുകൊണ്ട് പറയാനില്ല, വാക്കുകളില്ല എക്സ്പ്രസ് ചെയ്യാൻ. കിടിലെന്ന് പറഞ്ഞാൽ കിടിലം. ഇതിന്റെ ക്വാളിറ്റി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടതാണ്. മാർക്കറ്റ് പൾസിന്റെ സ്പീക്കേഴ്സിനെ പറ്റി വലിയ അഭിപ്രായമൊന്നുമല്ല. പക്ഷേ ഇവിടുത്തെ സൗണ്ട് കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്ന അടിപൊളിയായതുകൊണ്ടും ഞാൻ കണ്ട സിനിമയുടെ സൗണ്ട് ഡിസൈൻ അടിപൊളിയായതുകൊണ്ടും നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇവിടെ നിന്ന് ഉണ്ടായത്. എന്തായാലും എന്നെ സംബന്ധിച്ചിട്ട് ഇതൊരു നല്ലൊരു തിയേറ്റർ തന്നെയാണ്. ഈ തിയേറ്ററിന്റെ ഈ ബ്ലാക്ക് ആൻഡ് ഗ്രേ ഇന്റീരിയേഴ്സും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ പേഴ്സണലി ബ്ലാക്ക് പ്രിഫർ ചെയ്യുന്ന ഒരാളാണ് ഇന്റീരിയേഴ്സ് വരുമ്പോഴേക്കും. തിയേറ്റേഴ്സിൽ ബ്ലാക്ക് ഇന്റീരിയർ ഗ്രേ ഇന്റീരിയർ ആണെങ്കിൽ കുറച്ചും കൂടി നല്ല വിഷ്വൽ ഔട്ട്പുട്ട് കിട്ടുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ വിഷ്വൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഒരു ക്ലാരിറ്റി എന്താണെന്നുള്ളത്. എന്തായാലും നല്ല രീതിയിലുള്ള അപ്ഗ്രേഡ് തന്നെയാണിത്. ഞാൻ സീറ്റ് സെലക്ട് ചെയ്തപ്പോൾ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഈ ഇരിക്കുന്ന സീറ്റിനേക്കാളും നല്ലത് K12 എന്നുള്ള ഈ സീറ്റാണ്. 12 ആണ് ഇവിടുത്തെ സെൻട്രൽ സീറ്റ്. വീണ്ടും കുറേ സ്നാക്സ് വാങ്ങി. എല്ലാം സൂപ്പറായിരുന്നു. അതിനുശേഷം ഞാൻ അടുത്ത സിനിമ കയറി മരണമാസം. അത് സ്ക്രീൻ 2 ഇവിടെ 2K ലേസർ വിത്ത് ഡോൾബി 7.1 എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു വെന്യൂ ആണ്. ഇതൊരു ചെറിയ സ്ക്രീനാണ്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഇവിടെ സിനിമ കാണാനായിട്ട്. ഇവിടെയും സിൽവർ സ്ക്രീനാണ്. 3D മോഡുലേറ്റർ യൂസ് ചെയ്തിരിക്കുന്നത് യൂണിപോളാർ ആണ്. ഇതൊരു വളരെ കുഞ്ഞു സ്ക്രീനാണെന്ന് പറയേണ്ടി വരും. പക്ഷെ നല്ല സൗണ്ട് എഫക്റ്റ് ഉണ്ടായിരുന്നു 7.1 ആയിട്ട് പോലും. ലേഡീസ് വാഷ്റൂമിലേക്ക് വഴി അതാണ്. എന്തായാലും ഞാൻ സെൻട്രൽ സീറ്റാണ് ഞാൻ ബുക്ക് ചെയ്തത്. ഇവിടെ ഞാൻ റോ ബുക്ക് ചെയ്തപ്പോൾ ഒന്ന് മാറിപ്പോയി. തൊട്ടിപ്പുറത്തെ സീറ്റായിരുന്നു എടുക്കേണ്ടത്. മരണമാസം കൂടാതെ ഞാനിവിടെ 4 സിനിമകൾ കണ്ടിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള അഭിപ്രായം വീട്ടിൽ ചെന്നിട്ട് ബാക്കി ഞാൻ പറയാം. ഈ തിയേറ്ററിൽ 6 ആണ് സെൻട്രൽ സീറ്റ് വരുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എന്നെ പോലെ സെൻട്രൽ സീറ്റ് നോക്കി ബുക്ക് ചെയ്യുന്നവരാണെങ്കിൽ 6 ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക്. സെൻട്രൽ ടോക്കീസ് തൃപ്പൂണിത്തുറ എൻ്റെ ഒരു പ്രിയപ്പെട്ട തിയേറ്ററായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടെ, സിമ്പിളാണ് പക്ഷെ പവർഫുള്ളാണ്. ലേസർ പ്രൊജക്ഷൻ. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാം. തൃപ്പൂണിത്തുറയിൽ 5 സ്ക്രീൻസാണ് സെൻട്രലിനുള്ളത്. സെൻട്രൽ ടോക്കീസിൽ 2 സ്ക്രീനും 1 കിലോമീറ്റർ അപ്പുറമുള്ള ന്യൂ സെൻട്രൽ ടോക്കീസിൽ 3 സ്ക്രീനുമാണ്. പക്ഷെ ന്യൂ സെൻട്രൽ ടോക്കീസിൽ ലേസർ പ്രൊജക്ഷൻ അല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ റീസെൻ്റ്ലി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട പഴയ വെന്യൂ ആയിട്ടുള്ള സെൻട്രൽ ടോക്കീസ്, അഥവാ ഞാൻ ഇനി അങ്ങോട്ടേക്ക് വീഡിയോയിൽ പറയാൻ വന്നത് ഓൾഡ് സെൻട്രൽ ടോക്കീസ് എന്നാണ്. പൊതുവെ ആരെങ്കിലും എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം കൺഫ്യൂസ്ഡ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ സെൻട്രൽ ടോക്കീസ് അഥവാ ഓൾഡ് സെൻട്രൽ ടോക്കീസ് ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. സ്ക്രീൻ 1 ക്രിസ്റ്റിയുടെ 4K 4th gen
15,000 ലൂമൻസിൻ്റെ പ്രൊജക്ടർ. പക്ഷേ നിങ്ങൾ വിചാരിക്കും 15,000 ലൂമൻസ് അല്ലേ ഉള്ളൂ. എൻ്റെ മക്കളെ, അതൊരു വിഷയമല്ല. കാരണം മാധുര്യ സ്ക്രീൻ 2 അവിടെ പോയി കണ്ടിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമായിരുന്നു, അതിൻ്റെ ആവശ്യമുള്ളൂ. ഒരു 33 അടി തൊട്ട് 36 അടിക്ക് ആ ഒരു ലൂമൻസ് ധാരാളമാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തി തന്നു ആ ഒരു പ്രൊജക്ഷൻ സിസ്റ്റം. ഇത് കൂടാതെ ഡോൾബി അറ്റ്മോസ് കലക്കൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിവിടെ 2 സിനിമകൾ സ്ക്രീൻ 1-ലും 4 സിനിമകൾ സ്ക്രീൻ 2-ലും കണ്ടു. സ്ക്രീൻ 1-ൽ ഞാൻ കണ്ടത് ബസൂക്കയും നരിവേട്ടയായിരുന്നു. ബസൂക്ക സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ സൗണ്ട് മിക്സ് നല്ല രസമായിരുന്നു. നരിവേട്ട എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു, സൗണ്ട് മിക്സും ഇഷ്ടപ്പെട്ടു, വിഷ്വൽസും എല്ലാം കിടുവായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ്. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ കൊടുത്ത പൈസയ്ക്ക് ഭയങ്കര മൂല്യം തന്നു എന്ന് പറഞ്ഞാൽ മതി. 180 രൂപയായിരുന്നു ടിക്കറ്റ്. എൻ്റെ പൊന്നോ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കൊച്ചിയിൽ ഫോർ 180 റുപ്പീസിന് ലേസർ വിത്ത് അറ്റ്മോസ്, അതും 4K ലേസർ വിത്ത് അറ്റ്മോസ്. ഐ ആം സോ ഹാപ്പി. കാരണം ഇവിടെ സിറ്റിയിൽ എടപ്പള്ളിയിൽ വനന്തമിതേ പോലും 200 രൂപ ആൻഡ് അപ്വേർഡ്സ് ആണ്. ഇപ്പോൾ വീക്ക് ഡേയ്സിൽ 190 ആ റേഞ്ചാണ്, 180 190. പക്ഷേ ഞാനത് ഒരിക്കലും കൂടുതലാണെന്ന് പറയില്ല. കാരണം വനിതയിൽ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ല പ്രൊഡക്ഷൻ സിസ്റ്റമാണ്, കുറച്ചുകൂടി ലൂമൻസ് കൂടിയ പ്രൊജക്ടറാണ്, വാട്ട്സ് കൂടിയ സ്പീക്കേഴ്സാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ ഡിഫറൻസ് ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, തൃപ്പൂണിത്തുറയിൽ ഇത് ആണ് ദി ബെസ്റ്റ്. അൺഡൗട്ടഡ്ലി ഇതാണ് ബെസ്റ്റ്. കാരണം തൃപ്പൂണിത്തുറയിലെ ബാക്കി എല്ലാ തിയേറ്ററിലും ഞാൻ പോയിട്ടുണ്ട്. ആ ഏരിയയിലുള്ള കംപ്ലീറ്റ് തിയേറ്ററിൽ ഞാൻ സിനിമ കണ്ടതിന് ശേഷമാണ് ഞാനത് പറയുന്നത്. ദിസ് ഈസ് അൺഡൗട്ടഡ്ലി ദ ബെസ്റ്റ് സ്ക്രീൻ ഇൻ തൃപ്പൂണിത്തുറ ഇൻ മൈ ഒപ്പീനിയൻ. അൺഡൗട്ടഡ്ലി. നിങ്ങൾ അവിടെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, പഴയ പ്രൊജക്ഷനും സൗണ്ടും മാത്രം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത്തവണ ഒന്ന് പോയി നോക്ക്. അതിന് കുറേ കാരണങ്ങളുണ്ട്, ഞാൻ അങ്ങനെ പറയാം. അതിൻ്റെ റീസൺ ഞാൻ വ്യക്തമാക്കി തരാം. പ്രൊജക്ഷനും സൗണ്ടും മാത്രമല്ല, വാല്യൂ ഫോർ മണി എന്ന് പറയാൻ വേറെ കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. കഫറ്റീരിയ സാധാരണ ജനങ്ങൾക്ക് സാധാരണ പ്രൈസിൽ ഫുഡും ബെവറേജസും കൊടുക്കുന്നു. അടിപൊളി. അതും നമ്മുടെ ആ ഒരു പഴയ തിയേറ്ററിൻ്റെ ആ എക്സ്പീരിയൻസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈവൻ വനന്തമിതേ പോലും ഇപ്പോൾ ഫ്രൈംസ് കിട്ടണില്ല. ഇപ്പോൾ അവിടെ പൊട്ടാറ്റോ ചിപ്സും പരിപാടിയും പപ്സും ബർഗറും റോളും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് മിഠായികളും കിട്ടും, പക്ഷെ അത് 80 രൂപയ്ക്കാണ്. ബൗണ്ടിക്ക് 80 രൂപയാണ്. ഇടയ്ക്ക് ഗാലക്സി ഉണ്ടാവും, ഗാലക്സി 80 തൊട്ട് 100 രൂപ അങ്ങനെയൊക്കെയാണ്. ഇവിടെ ഇപ്പോഴും തൃപ്പൂണിത്തുറയിൽ നമുക്ക് ഫ്രൈംസ്, അതുപോലെ കപ്പ വറുത്തത്, പൊട്ടാറ്റോ ചിപ്സ്, നോർമൽ നമ്മുടെ ബേക്കറി കിട്ടുന്ന സാധനമില്ല, അതൊക്കെ കിട്ടും. കപ്പൽഡി, മസാല ഇട്ടത്, നോർമൽ ഉപ്പിലിട്ടത്, സാധാരണ തൊലി ഉള്ളത് ഇല്ലാത്തത്, അങ്ങനെ എല്ലാം, എരിവിട്ടത് എരിവില്ലാത്തത് എല്ലാം കിട്ടും. മൾട്ടിപ്ലക്സൊക്കെ വെച്ച് നോക്കുമ്പോഴുള്ള ആ ഒരു കഴുത്തിറക്കൽ മറ്റേ പോക്കറ്റ് കീറിപ്പോൽ സെറ്റപ്പല്ല. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് നിങ്ങളോട് പറയണത്, നിങ്ങൾ ഫാമിലിയായിട്ട് ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൃപ്പൂണിത്തുറ ഏരിയ, വൈറ്റ്ല ഏരിയയിൽ ദി ബെസ്റ്റ് ഓപ്ഷനാണ്. ഞാൻ ഇവിടെ നിന്ന് അവിടം വരെ പോകുന്ന ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം 12 കിലോമീറ്ററാണ്. ഏകദേശം അത്ര തന്നെ കിലോമീറ്ററാണ് എനിക്ക് മാതാമാധുരിയിലേക്കുള്ളത്. എന്നാലും എനിക്ക് ഈ രണ്ടിടത്തുനിന്ന് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാനിപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു സിനിമ എനിക്ക് സ്കെഡ്യൂൾ ചെയ്ത് കിട്ടുമെന്ന് ഞാൻ നോക്കും. ഉണ്ടെങ്കിൽ ഞാൻ പോകും. കാരണം എനിക്ക് ദൂരം ഒരു പ്രശ്നമല്ല, എനിക്ക് ആ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിട്ട് മാധുരിയുടെ ക്രൗഡ് കിടുവാണ്, ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ റെട്രോയും കണ്ട്, നമ്മുടെ അജിത്തിൻ്റെ മറ്റേ പടം ഗുഡ് ബാഡ് അഗ്ലിയും കണ്ടു. കിടിലൻ ക്രൗഡായിരുന്നു റെട്രോയിൽ. പിന്നെ വേറെ ലെവൽ ക്രൗഡിനെ അണച്ചു കളഞ്ഞ പടം, അത് അങ്ങനത്തെ ഒരു അവസ്ഥയായി പോയി. പക്ഷേ അവിടുത്തെ ക്രൗഡ് കിടുവാണ്, വൈബ് സൂപ്പറാണ്. തൃപ്പൂണിത്തുറയിലേക്ക് വരുമ്പോഴേക്കും കൂടുതലും ഫാമിലി ക്രൗഡാണ്, യങ്സ്റ്റേഴ്സ് വളരെ കുറവാണ്. ബസൂക്കയുടെ ടൈമിൽ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും കൂടുതലും ഫാമിലി ക്രൗഡാണ്. പിന്നെ സെലിബ്രിറ്റീസ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും വനിത വിധയിലല്ലേ എന്ന്, വനിത വിധയിൽ കാസ്റ്റ് ആൻഡ് ക്രൂവാണ്. ഞാൻ 2 തവണ, 2 മൊത്തത്തിൽ ഇപ്പോൾ 4 തവണ സെൻട്രലിൽ പോയി, ഓൾഡ് സെൻട്രലിൽ. ആ പോയ എല്ലാ തവണയും ഓരോ സെലിബ്രിറ്റീസ് ചെയ്തുകൊണ്ടായിരുന്നു. ഞാൻ ഷാജി കൈലാസ് സാറിനെ കണ്ടു, മീറ്റ് ചെയ്ത് ഞാൻ സംസാരിച്ചു. ആ വനിതയിലെ ആ ഒരു എന്താ പറയുക, ആ ഒരു വൃത്തികെട്ട മീഡിയ പ്രസൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ കോൾഡ് മീഡിയ കേട്ടോ, നമ്മുടെ നോർമൽ മീഡിയ അല്ല ഞാൻ പറയുന്നത്. കുറേ നിങ്ങൾക്കറിയാമല്ല,
ഞാൻ പറഞ്ഞ കൂടി പോകാണ്ട് ഞാൻ പറയാനുള്ള അങ്ങനത്തെ മീഡിയ ഇല്ല, വെറുപ്പിക്കൽ മീഡിയാസ് ഇല്ല. അതുകൊണ്ട് തന്നെ സമാധാനപൂർവമായ അന്തരീക്ഷമുണ്ട്. സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ, ഡയറക്ടേഴ്സ്, ആക്ടേഴ്സ് ഒക്കെ അവിടെ കാണാൻ വരുന്നുണ്ട് സമാധാനപൂർവ്വം. അവരെയൊക്കെ നമുക്ക് വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ നമുക്ക് മീറ്റ് ചെയ്യാം, സംസാരിക്കാം. വളരെ കാഷ്വലായിട്ട് നമുക്ക് അവരുടെ ഒരു പ്രൈവസി വെയ്ഡ് ചെയ്യാതെ തന്നെ അവരുടെ അനുവാദം ചോദിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എനിക്കുണ്ടായി. ഷാജിഖില സാറിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് നേരം സംസാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡയറക്ടറാണ്, എസ്പെഷ്യലി എൻ്റെ ചൈൽഡ്ഹുഡ് ഓസമാക്കിയ ഒരു ഡയറക്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചായിരുന്നു. അതുപോലെ അജയ് വാസുദേവിനെ കണ്ടു, അങ്ങനെ ഒരുപാട് പേരെ കണ്ടു. പിന്നെ സ്റ്റെഫി സേവിയർ, നമ്മുടെ മധുര മനോഹര മോഹം എന്നുള്ള സിനിമയുടെ ഡയറക്ടർ, ആടുജീവിതത്തിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ കൂടിയാണ്. പുള്ളിക്കാരി ഒരുപാട് സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ആളൊക്കെ ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഓൺലൈൻ ഇൻട്രാക്ഷനിൽ കണ്ട ഒരുപാട് ആളുകളെ ഞാൻ നേരിട്ട് അവിടെ വെച്ച് കണ്ടു. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം നൽകി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ആ ഒരു വെറുപ്പിക്കൽ വൈബില്ലാതെ, അല്ലെങ്കിൽ ആ മീഡിയയുടെ ആ ഒരു കടന്നുകയറ്റമൊന്നും ഇല്ലാതെ സമാധാനമായിട്ട് ഇവരോടൊക്കെ സംസാരിക്കാൻ പറ്റി. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും അവരും ഫാമിലിയൊക്കെ ആയിട്ടാണ് കാണാൻ വന്നത്. പിന്നെ ബി ഉണ്ണികൃഷ്ണൻ വന്നിട്ടുണ്ടായിരുന്നു നരിവേട്ട കാണാൻ. അങ്ങനെ ഒരുപാട് പേര്, ഒരുപാട് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ടോപ്പ് നോച്ച് എക്സ്പീരിയൻസ്. സ്ക്രീൻ 1 കിടിലം. സ്ക്രീൻ 2 ഞാൻ 4 സിനിമ കണ്ടു. സ്ക്രീൻ 2 യൂസ് ചെയ്യുന്നത് 2K ലേസർ പ്രൊജക്ഷൻ വിത്ത് 7.1 ആണ്, ഡോൾബി 7.1 ആണ്. അതും അറ്റ്മോസ് ആക്കി അടിപൊളിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നാൽ പോലും പ്രൊജക്ഷൻ ക്വാളിറ്റി വാസ് ടു ഗുഡ്. NEC എന്നുള്ളൊരു കമ്പനിയുടെ 2K ലേസർ സിസ്റ്റമാണ് യൂസ് ചെയ്യണത്. ചെറിയൊരു സ്ക്രീനാണ്, പക്ഷേ ആ സ്ക്രീനിന് ഈ പ്രൊജക്ഷൻ ധാരാളമായിരുന്നു. നല്ല കളേഴ്സ് ഉണ്ട്, നല്ല ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ക്രിസ്റ്റിയുടെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ക്രിസ്റ്റി അല്ലെങ്കിൽ ബാർക്കോയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. ആ ഒരു ക്വാളിറ്റി ഇല്ലെങ്കിൽ പോലും ആ ഒരു പർട്ടിക്കുലർ സ്ക്രീൻ 2ന് പറ്റിയ നല്ലൊരു പ്രൊജക്ഷൻ സിസ്റ്റമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വളരെ ചെറിയൊരു സ്ക്രീനാണ്. അപ്പോൾ കുറച്ച് മുന്നോട്ട് അല്ലെങ്കിൽ നടുവിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫോർ ദ പ്രൈസ് ഭയങ്കര നല്ലതാണ്. 150 രൂപ 160 രൂപ കൊണ്ട് അവിടെ ടിക്കറ്റ് പ്രൈസ് ഉള്ളൂ. ഐ ഫെൽറ്റ് ഇറ്റ് വാസ് വെരി ഗുഡ്. വാല്യൂ ഫോർ മണി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എഗെയിൻ ഞാൻ പറയുകയാണ്, സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിക്കാം. വയറ് ഗ്യാസ് കയറി പോക്കറ്റ് കയറുമെന്ന് വിചാരിച്ചിട്ട് ഒന്നും മേടിക്കാതെ ഇരിക്കേണ്ട അവസ്ഥയില്ല. പിള്ളേരെയും വീട്ടുകാരെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ പോക്കറ്റ് കയറി ഷഡ്ജം കയറും എന്നുള്ള ഒരു വിഷമവും അല്ലെങ്കിൽ അങ്ങനെ പരിപാടികളൊന്നും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ഈവൻ സിനിമ മോശമാണെങ്കിൽ പോലും കയ്യിൽ നിന്ന് ഒരുപാട് പൈസ പോയ ഒരവസ്ഥയും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്തായാലും അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഞാൻ നല്ല സിനിമയും കണ്ടു, ഇഷ്ടപ്പെടാത്ത സിനിമയൊക്കെ അവിടെ കണ്ടു. അവിടുത്തെ ഒറ്റൊരു പോരായ്മ എനിക്ക് തോന്നിയത് സ്ക്രീൻ 2യുടെ കേസ് എടുത്ത് നോക്കുമ്പോഴേക്കും സ്ക്രീൻ 2യുടെ സ്ക്രീൻ വെച്ചിരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഡോറ്. അപ്പോൾ ഈ ഡോറിൻ്റെ അവിടെ ഒരു നല്ല തിക്ക് കർട്ടൻ ഉണ്ടെങ്കിൽ പോലും ചില ആളുകൾ, അവിടുത്തെ സ്റ്റാഫ് മാക്സിമം അത് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ചില ആളുകൾ അൺബിലീവബിളാണ്. ഇവർ ഈ കർട്ടൻ വലിച്ച് സൈഡാക്കിയിട്ട് ഡോറ് മലത്തിയിട്ട് തുറന്നിട്ട് പതിയൊക്കെ വന്ന് ഈ കംപ്ലീറ്റ് ലൈറ്റ് മൊത്തം നമ്മുടെ സ്ക്രീനിൽ വീഴ്ത്തിക്കും. അത് ഭയങ്കര ശോകമാണ്. അവിടെ ഒരു ഡെഡിക്കേറ്റഡ് സ്റ്റാഫിന് നിർത്തിയിട്ടുണ്ട് ടിക്കറ്റിൻ്റെ അവിടെ നോക്കാനും ഈ ഡോർ അടക്കാനും വേണ്ടി. അവൻ മാക്സിമം ചെയ്യും. പക്ഷേ ഇവിടെ അവന് പോലും വെറുത്തു പോകില്ല. അമ്മാരി വെറുപ്പിക്കലാണ് ചിലവന്മാർ വന്ന് കാണിക്കുന്നത്. ചിലർ സിനിമയുടെ ഇടയിൽ വെച്ചിട്ട് ഈ സാധനം കർട്ടൻ മാറ്റി വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകും. ഡോറ് അടക്കൂല. ഡോറ് തുറന്ന് ഒറ്റ പോക്കാ. എന്നാൽ ഒരു തുറന്ന ഡോർ അടക്കുക എന്നുള്ള ഒരു മര്യാദ, അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നുമില്ല. അതൊക്കെ വീട്ടിൽ നിന്നേ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗേറ്റ് തുറന്നിട്ട് അടക്കുക, ഡോറ് തുറന്നിട്ട് അടക്കുക, ഒരു വലിപ്പ് തുറന്നാൽ തിരിച്ചടച്ചു നോക്കുക. ഇതൊക്കെ ഒരു ബേസിക് കാര്യമാണ്. ഇതൊക്കെ വീട്ടിൽ നിന്ന് പഠിക്കണം. ആരെയും പഠിപ്പിച്ച് തന്നില്ലെങ്കിൽ പോലും കേട്ടിട്ടോ അല്ലെങ്കിൽ ഒരു സിവിക് സെൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇത് ഞാൻ തുറന്നു പോകും, നീ വേണേ അടച്ചോ, ആ മൈൻഡ്. ചിലവന്മാരുണ്ട് വീടുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗേറ്റ് തുറന്നിട്ട് അങ്ങ് തുറന്ന് മറത്തിയിട്ടിട്ട് പോകും. അടഞ്ഞു കിടക്കുന്ന ഗേറ്റ് ആയിരിക്കും, അത് തുറന്നാൽ തിരിച്ചടക്കണമെന്നുള്ള ബോധം പോലും ഇല്ലാത്ത കുറേ ബ്ലാഡി ഫൂൾസ് ഉണ്ട് ഇവിടെ. എനിക്ക് എൻ്റെ വീട്ടിലൊക്കെ ആൾക്കാർ വന്നിട്ട് ഗേറ്റ് തുറന്നിട്ട് ഗേറ്റ് അടക്കാതെ പോയി കഴിഞ്ഞാൽ ഞാനും അമ്മയൊക്കെ ഞങ്ങൾക്ക് ദേഷ്യം വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി വീണ്ടും ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കണം ചെന്നിട്ട് ഗേറ്റ് അടക്കുക എന്നുള്ളത്. അതെന്തിനാ? ഓൾറെഡി അടച്ചിട്ടേക്കണ ഗേറ്റ് ഒരാൾ തുറക്കുമ്പോൾ അത് തിരിച്ചടക്കുക എന്നുള്ള ഒരു മര്യാദ ഇല്ലേ? ഒരു വലിപ്പ് തുറന്നാൽ തിരിച്ച് വലിപ്പ് അടച്ചു വെക്കുക, ഒരു ഡോറ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കബോർഡ് തുറന്നാൽ തിരിച്ച് അടച്ചു വെക്കുക എന്നുള്ള ഒരു ബേസിക് മാനേഴ്സ് എന്ന് പറഞ്ഞ സാധനത്തിൽ പെടുന്ന കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് തിയേറ്ററിൻ്റെ കേസ് വരുമ്പോഴേക്കും. അതായത് ഒരു കർട്ടൻ നീക്കി ഡോറ് തുറന്നകത്ത് കയറി കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് കയറണം, അതിന് വേണ്ടിയാണത്. എന്നാൽ തിരിച്ചത് അടക്കുക, ആ കർട്ടൻ ഡോറടച്ച് കർട്ടൻ നേരെ ഇടുക എന്നുള്ള ഒരു ബോധം കാണിക്കണ്ടേ? അതൊന്നും ഇല്ലാത്ത കുറേ ബോധമില്ലാത്ത പല ഊളകൾ ഈ നാട്ടിലുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് നാട്ടിലും ചെന്നാലും കാണാൻ പറ്റും, പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത്തിരി കൂടുതലാണ്.
അത് മാത്രമേ എനിക്കൊരു പോരായ്മയായിട്ട് ഫീൽ ചെയ്തത്. അത് ഒരിക്കലും തിയേറ്ററിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പോരായ്മയായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. മേ ബി ആ ഒരു ലിമിറ്റഡ് സ്പേസിനകത്ത് ഡോറ് വേറൊരു സ്ഥലത്ത് വെക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം. എന്തായാലും അതൊരു പ്രശ്നമാണ്. പക്ഷേ അവിടെ പോകാതിരിക്കാനോ അല്ലെങ്കിൽ അവിടെ ഒരു സിനിമ കാണാതിരിക്കാൻ മാത്രമോ അല്ലെങ്കിൽ അവിടുത്തെ സിനിമയുടെ എക്സ്പീരിയൻസ് റൂയിൻ ചെയ്യുന്ന രീതിയിലുള്ള തിയേറ്ററിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്ക് അല്ല തീർച്ചയായിട്ടും അത്. കാരണം അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഡോറിൻ്റെ അവിടെ ഒരു കർട്ടൻ പോലും വെക്കാം. നമ്മളുടെ ഐമാക്സിൽ പോലും കർട്ടൻ ഇല്ലടേ. തുടങ്ങിയ ദിവസം തൊട്ട് പറയാണ്, കഴിഞ്ഞ ഡിസംബർ തൊട്ട് പറയാണ് അവിടെ ഒരു കർട്ടൻ വെക്കാനായിട്ട്. എന്നിട്ട് അവന്മാരെ കൊണ്ടുപോയി നടന്നിട്ടില്ല ഇതുവരെ. ഇവരൊക്കെ കർട്ടനൊക്കെ വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഈ കർട്ടൻ അടക്കാൻ നമ്മുടെ ഉത്തമമായിട്ട് പറ്റുന്നില്ല. അത് സങ്കടമായ ഒരു കാര്യമാണ്. അപ്പോൾ തിയേറ്റർ മാനേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, ജനങ്ങൾ കുറച്ചും കൂടി മാനേഴ്സ് ആവാം എന്ന് എനിക്ക് തോന്നിപ്പോയൊരു കാര്യം. അതാണ് സ്ക്രീൻ 2 പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ലേസർ പ്രൊജക്ഷൻ വിത്ത് നല്ലൊരു സൗണ്ടിൽ സിനിമ ആണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ടോക്കീസ് അഥവാ ഓൾഡ് സെൻട്രൽ ടോക്കീസ് ഇസ് എ ഗ്രേറ്റ് ചോയ്സ് ഇൻ കൊച്ചി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും ഇനിയും ഒരുപാട് സിനിമകൾ അവിടെ പോയി കാണും. ഞാൻ ഇപ്പം തന്നെ ഇതാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലിസ്റ്റ്. അപ്പോൾ ഇക്കൊല്ലം ഞാനിപ്പോൾ ഏകദേശം 96 സിനിമകൾ കണ്ടു തിയേറ്ററിൽ മാത്രം കേട്ടോ, OTT ഞാൻ കൂട്ടിയിട്ടില്ല. അപ്പോൾ ഇത്രയും സിനിമകൾ കണ്ടതിൽ ഞാൻ 7ഓളം സിനിമകളാണ് ഇപ്പോൾ സെൻട്രലിൽ കണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ കണ്ട സിനിമകൾ ഓരോന്ന വിധം ഞാൻ നിങ്ങളോട് പറയാം. ആദ്യം കണ്ടത് ബസൂക്കയായിരുന്നു സ്ക്രീൻ 1. അതിനുശേഷം ഞാൻ കണ്ടത് അന്നേ ദിവസം തന്നെ തൊട്ടടുത്ത ഷോ മരണമാസ് കണ്ടു സ്ക്രീൻ 2. അത് കഴിഞ്ഞ് ആലപ്പുഴ ജിംഖാന, അത് പിന്നെ ന്യൂ സെൻട്രലിലാണ് ഞാൻ കണ്ടത്. അന്ന് 4 സിനിമ ഉണ്ടായിരുന്നു ഞാൻ. അതേ ദിവസം തന്നെ രാത്രിയാണ് ഞാൻ മാധുരിയിൽ ഗുഡ് ബാഡ് അഗ്ലി കാണാൻ പോയേട്ടാ. സൂപ്പർ ദിവസമായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് രസമുള്ള സിനിമകൾ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. ബസൂക്ക മാത്രമല്ല ഡൗൺ, എന്നാലും അതിൻ്റെ മേക്കിംഗ് നല്ലതായിരുന്നു. അപ്പോൾ മേക്കിംഗ് ഞാൻ പറഞ്ഞില്ലേ, എന്താ ഇനി പറയണത്, സ്റ്റൈല് പരിപാടികൾ മമ്മൂക്കേനെ കാണാനൊക്കെ നല്ലതായിരുന്നു. അതല്ലാതെ വേറെ ഒന്നും നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. വേറെ അത് കഴിഞ്ഞ് കണ്ട 3 പടങ്ങളും കിടുവായിരുന്നു. മരണമാസ്, ആലപ്പുഴ ജിംഖാന, ഗുഡ് ബാഡ് അഗ്ലി, 3 എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതിനുശേഷം ഞാൻ കണ്ടത് ലവ്ലി 3D ആണ് ഞാൻ കണ്ടത് സ്ക്രീൻ 2. അന്നേ ദിവസം തന്നെ ഞാൻ സംശയം കണ്ടായിരുന്നു, അത് അവിടെ തന്നെ സ്ക്രീൻ 2 തന്നെ തൊട്ടടുത്ത ഷോ ആയിരുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ കണ്ടത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനാണ് ഞാൻ സ്ക്രീൻ 2 കണ്ടത്. അതിനുശേഷം നരിവേട്ട അതേ ദിവസം തന്നെ സ്ക്രീൻ 1. അപ്പോൾ ഇത്ര പടങ്ങൾ ഞാനവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് സിനിമകൾ ഞാൻ കാണുന്നതായിരിക്കും. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു ടു ദ മാനേജ്മെൻറ്റ് ഫോർ ദ സപ്പോർട്ട് ആൻഡ് ഇങ്ങനെ നല്ല രീതിയിൽ അപ്ഗ്രേഡ്സ് ഒക്കെ തന്നതിനും. പിന്നെ എക്സ്ട്രീംലി നീറ്റാണ്, അതും കൂടി എടുത്തു പറയണം. ഈ സെലിബ്രിറ്റീസൊക്കെ വരാൻ അതൊരു കാരണം കൂടിയാണ്. ടോയ്ലറ്റ് ആയിക്കോട്ടെ, തിയേറ്ററിൻ്റെ പ്രമൈസസ് ആയിക്കോട്ടെ, വെയിറ്റിംഗ് ഏരിയ ഒക്കെ ആയിക്കോട്ടെ, സൂപ്പർ നീറ്റാണ്. നല്ല ടൈലൊക്കെ ഇട്ട് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ അവിടുത്തെ മാനേജ്മെൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ പ്രൊജക്ടർ റൂമൊക്കെ എന്നെ കാണിച്ചു തന്നു. ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. NECയുടെ പ്രൊജക്ടർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ സോ ഹാപ്പി. ഈവൻ അവിടുത്തെ പ്രൊജക്ഷനിസ്റ്റ് ആയിക്കോട്ടെ, നല്ല പ്രായമുള്ള ചേർന്ന ഒരു പ്രൊജക്ഷനിസ്റ്റ്. വേറെ ഒന്ന് നമ്മുടെ അത് പറഞ്ഞു പറ്റുള്ള ഒരു കിടുന്ന സാധനം ഞാൻ കണ്ടായിരുന്നു. നമ്മുടെ ടിക്കറ്റ് കളക്ടർ തന്നെയാണ് അവിടുത്തെ സ്ക്രീൻ 1 പ്രൊജക്ഷനിസ്റ്റ്. ചേട്ടൻ ഒരു ഡ്യുവൽ റോളാണ്. ടിക്കറ്റ് നമുക്ക് എടുത്തു തരും, അത് കഴിഞ്ഞിട്ട് പ്രൊജക്ഷനിസ്റ്റായിട്ട് പ്രൊജക്ഷൻ റൂമിൽ പോയി പ്രൊജക്ഷൻ ബൂത്തിൽ ചെന്ന് പരിപാടികൾ ചെയ്യും. ഒരു ഡ്യുവൽ റോൾ ചെയ്യുന്ന ഒരു മച്ചാൻ, അടിപൊളി മനുഷ്യനാണ്. ഭയങ്കര വൈബായിരുന്നു പുള്ളി. ഭയങ്കര പോസിറ്റിവിറ്റിയാണ് ആളെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. എന്തായാലും ഈവൻ കഫറ്റീരിയയിൽ നിൽക്കുന്ന ചേട്ടന്മാരൊക്കെ അവർ ഭയങ്കര ക്ഷമയുള്ളവരാണ്. നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ അയക്കുമ്പോഴേക്കും നമ്മളോട് ധൃതി പിടിക്കുക അങ്ങനെയൊന്നുമില്ല. വളരെ കുറച്ച് പ്രായമുള്ളൊരു ചേട്ടൻ അവിടെ ഉണ്ട്. ആ ചേട്ടനൊക്കെ ഭയങ്കര മോനെ എന്താ വേണ്ടത് അങ്ങനെ ഭയങ്കര. ഞാനിത് ഷൂട്ട് ചെയ്ത ടൈമിലല്ലാത്ത കാര്യം ഞാൻ പറയുന്നത്. അവർക്ക് അറിയാവുന്ന പോലും അറിയില്ല ഞാൻ യൂട്യൂബ് ചാനൽ ആണ് ചെയ്യുന്നതെന്നോ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നുള്ളൂ അവർക്ക് അറിയാമെന്നുള്ളത്. ഞാൻ വെറുതെ ഇങ്ങനെ എന്താ പറയുക ചെറിയ രീതിയിലൊക്കെ ക്ലിപ്പ് എടുക്കുകയുള്ളൂ. അപ്പോൾ ദേ ആർ നോട്ട് ഈവൻ ബോതേഡ് ഐ ഗെസ്. അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് കിട്ടിയത്. അവർ ഭയങ്കര ചെയ്യുന്ന ജോലിയുടെ ആത്മാർത്ഥ ഉള്ള ടൈപ്പ് കുറച്ച് നല്ല ആൾക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഞാൻ എടുത്ത് അങ്ങനെ പറയുന്നത്. ഞാൻ വളരെ റെയറായിട്ട് അങ്ങനെ പറയാറുള്ളൂ. എനിക്കതിനെ അത്രയും തോന്നിയാലേ ഞാൻ പറയുള്ളൂ. എന്തായാലും എൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര നല്ലതാണ്. മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയത്തില്ല. ഫോർ മീ ഗ്രേറ്റ് സ്റ്റാഫ്, കിഡു സ്പെക്സ്. ആ 2 ഒന്ന് അറ്റ്മോസ് ആക്കി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. 2 തിയേറ്റർ സ്ക്രീൻ അറ്റ്മോസ് ആക്കി കഴിഞ്ഞാൽ അതൊരു ഗത്ത് തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ സ്പീക്കിംഗ് ഓഫ് വെയിറ്റിംഗ് ഏരിയ, 2 തിയേറ്ററിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് വെയിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇച്ചിരി അധികം തിരക്ക് വന്നാൽ പോലും അവിടെ ആൾക്കാർക്ക് നിൽക്കാനുള്ള സ്ഥലമുണ്ട്. ഇതൊക്കെ കൂടാതെ അത് പറഞ്ഞേ പറ്റുള്ളൂ,
EV ചാർജിങ് സ്റ്റേഷൻ, ചാർജ് ചെയ്യാനുള്ള EV സ്റ്റേഷൻ ഉണ്ട് അവിടെ. പിന്നെ നല്ല കാർ പാർക്കിംഗ് സ്പേസ്, പുറകിൽ ഇഷ്ടം പോലെ സ്ഥലം, ഫ്രണ്ടിലും അത്യാവശ്യം സ്ഥലങ്ങളുണ്ട്. മൊത്തത്തിൽ അടിപൊളി എക്സ്പീരിയൻസ്. ഐ ലവ്ഡ് ഇറ്റ്. എന്തായാലും നിങ്ങൾ അവിടെ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ മൾട്ടിപ്ലക്സ് എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ ഇവിടേക്ക് ഒന്ന് പോയി നോക്ക്. നിങ്ങൾക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ സമയവും ലാഭിക്കാം. കണ്ടമാനം ആഡ് ഇട്ടൊന്നും ഇവർ വെറുപ്പിക്കത്തില്ല. അതുകൂടാതെ നമ്മുടെ പൈസ ലൂട്ട് ചെയ്യുന്നതായിട്ടുള്ള നമുക്കൊരു ഫീലിംഗ് കിട്ടില്ല. ഞാൻ കാര്യമായിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ ഇത്രയും വർഷം ഈ കണ്ട എല്ലാ മൾട്ടിപ്ലക്സിലൊക്കെ പോയിട്ട് ഞാൻ പറയാനാണ്, ഈ ഓഫറുള്ള ടൈമിൽ 99 റുപ്പീസിന് ലേസർ വിത്ത് അറ്റ്മോസോ അല്ലെങ്കിൽ അത്യാവശ്യം ഡീസൻറ്റ് സൗണ്ട് സിസ്റ്റം ഉള്ള മൾട്ടിപ്ലക്സിൽ പോയി 99 രൂപ സിനിമ കാണാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അല്ലാതെ ഫുൾ പൈസയ്ക്കൊന്നും ഓവർ പ്രൈസിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള മൾട്ടിപ്ലക്സുകളിൽ പോയി സിനിമ കാണാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അതുമാത്രമല്ല, ഭൂരിഭാഗം കൊച്ചിയിലുള്ള മൾട്ടിപ്ലക്സുകളിൽ വളരെ ഔട്ട്ഡേറ്റഡ്, ജാംബവാനേക്കാളും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ സിസ്റ്റവും സൗണ്ടും പരിപാടികളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. വെറുതെ എന്തിനാണ് ഒരു നല്ല സിനിമ നശിപ്പിക്കുന്നത്? ഇപ്പോൾ തുടരും എന്നുള്ള സിനിമ തന്നെ ഞാൻ മൾട്ടിപ്ലക്സിൽ പോയി കണ്ടതും ഞാൻ ഒരു അല്ലാത്ത തിയേറ്ററിൽ പോയി കണ്ട ഒരു എക്സ്പീരിയൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാം, കാരണം ഞാൻ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കണ്ട ആളാണ്. അതുകൊണ്ട് എനിക്കത് പേര് ചെയ്തെടുത്ത് പറയാനൊരു കുഴപ്പമില്ലാന്ന് ആണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമല്ലേ ഷെയർ ചെയ്യുന്നുള്ളൂ. വനിതയിൽ ഞാൻ തുടരും കണ്ടു. കിഡിൽ എക്സ്പീരിയൻസ് ആയിരുന്നു. PVR PXL പോയി എൻ്റെ അമ്മയോടൊത്ത് വീണ്ടും തുടരും കണ്ടു. ആട് വ്യത്യാസമായിരുന്നു. തീരെ സൗണ്ട് എക്സ്പീരിയൻസ് എനിക്ക് ഫീൽ ചെയ്തില്ല PXL. എന്നാൽ PXL സ്പെക്ക് അനുസരിച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് കിട്ടാനാണ്. പക്ഷേ വളരെ മോശം എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച് തുടരും PXL കണ്ടിട്ട്. അത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇച്ചിരി കൂടുതലാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതേ PVR ഫോറമുള്ള PXL തുടങ്ങിയ സമയത്ത് കിഡിൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ പ്രോപ്പർ മെയിൻ്റനൻസോ അല്ലെങ്കിൽ ഒരു സൗണ്ട് എന്തായാലും പറയുന്നത് കാലിബ്രേഷൻ നടക്കുന്നുണ്ട്. ഐ ഡൗട്ട് ഇറ്റ്. എന്തായാലും ഐ എം നോട്ട് ഹാപ്പി വിത്ത് ദ എക്സ്പീരിയൻസ് ഐ ഹാഡ് വിത്ത് തുടരും. ഈവൻ ഡ്യൂൺ 2യുടെ കേസ് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അത്രയും ഗംഭീരമായി സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സിനിമ. ഇറ്റ് ഫെൽ ഫ്ലാറ്റ് ഫോർ മീ ഇൻ PXL. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഇതേ കാര്യത്തെ പറ്റിയിട്ട്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ 99 റുപ്പീസ് ഓഫറുള്ള ടൈമിൽ ഈ പറഞ്ഞ മൾട്ടിപ്ലക്സുകളിലൊക്കെ പോകുക. അതാണ് കുറച്ചും കൂടി വാല്യൂ ഫോർ മണി. അതും നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സ്പെക്സ് ഉള്ള തിയേറ്റർ സെലക്ട് ചെയ്യാതെ, വെന്യൂസ് സെലക്ട് ചെയ്യാതെ, ലേസർ പ്രൊജക്ഷന് അത്യാവശ്യം സൗണ്ടുള്ള ഒരു സ്ഥലത്ത് സെലക്ട് ചെയ്യുക. മിനിമം ലേസർ പ്രൊജക്ഷൻ ഉള്ളൊരു തിയേറ്റർ സെലക്ട് ചെയ്യുക. 99 രൂപയ്ക്ക് അത് വാല്യൂ ഫോർ മണി ആയിരിക്കും. നിങ്ങളുടെ കൊടുക്കുന്ന പൈസയ്ക്ക് എന്തെങ്കിലും ഒരു മൂല്യം കിട്ടേണ്ടേ. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഞാൻ ഇത്രയും വീഡിയോസ് ഇവിടെ വന്നിരുന്ന് ചെയ്യുന്നത് നിങ്ങളെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കുറേ ആളുകൾക്ക് മനസ്സിലായേണ്ട ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇനിയും എനിക്ക് തോന്നുന്നത് ഒരുപാട് പേര് അതിനെപ്പറ്റി എഡ്യൂക്കേറ്റഡ് ആവാനുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയണത്. നമ്മൾ ആവശ്യപ്പെട്ടാൽ ഇവരൊക്കെ അപ്ഗ്രേഡ് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ ഇവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് തന്നെ പോയിക്കൊണ്ടിരുന്നാൽ ഇവർ ഈ ഔട്ട്ഡേറ്റഡ് സ്പെക്സ് ഒന്നും മാറ്റാൻ പോകില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മളിവിടെ കൊച്ചിയിലുള്ള മൾട്ടിപ്ലക്സുകൾ ഭൂരിഭാഗം. ഇവർ ഔട്ട്ഡേറ്റഡ് എന്ന് പറഞ്ഞാൽ, ഔട്ട്ഡേറ്റഡ് എന്ന വാക്കിൻ്റെ അപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും മോശമായിട്ടുള്ള സ്പെക്കും വെച്ചിട്ടാണ് ഇപ്പോഴും തിയേറ്റേഴ്സ് റൺ ചെയ്തുകൊണ്ട് പോകുന്നത്. ഇവിടെ ഒരു 4DX ഉണ്ട്. 350 രൂപ തൊട്ട് മുകളിലേക്കാണ് ടിക്കറ്റ് പ്രൈസ്. നേരത്തേക്ക് 199 ഓഫർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതും മഞ്ഞില്ല. അവിടെ യൂസ് ചെയ്യുന്ന പ്രൊജക്ടർ അതിൽ പഴയതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത്രയും പഴക്കമുള്ള പ്രൊജക്ടർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ലേസറാക്കേണ്ട ടൈം കഴിഞ്ഞു. പക്ഷേ ഇത് എങ്ങനെ ആക്കും? ഇപ്പോഴും ഇങ്ങനെ ഈച്ച കേക്കിൻ്റെ മുകളിൽ വന്നിരിക്കുന്ന പോലെ നിറച്ച ആൾക്കാരാണ്. ഇതിങ്ങനെ ആൾ വരുന്നതുകൊണ്ടാണ് അവർ ആ ഒരു മൈൻഡാണ്. അത് എന്തൊക്കെ കൊടുത്താലും ആൾ വരും, പിന്നെ എന്തിനും അപ്ഗ്രേഡ് ചെയ്യണം, ആ മൈൻഡാണ് അവരുടെ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കണത്. അപ്പോൾ അത് മാറുന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ആസ് കൺസ്യൂമേഴ്സ് നമ്മളെ കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ. നമ്മൾ ഒരു ഫേം ഡെസിഷൻ എടുക്കണം. ഇവർ അപ്ഡേറ്റ് ചെയ്യുന്നവരെ നമ്മൾ ഇന്ന സ്ഥലത്ത് പോകുന്നില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞാൽ തീരെ പോരുന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് അവർ അപ്ഡേറ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് പോകാൻ സപ്പോർട്ട് ചെയ്യാം. മനസ്സിലായില്ലേ? ഈവൻ ഞാനും അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇവർ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ഇവിടെയൊക്കെ പോകും. സന്തോഷത്തോടെ പോവാം. കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യം കിട്ടേണ്ടേ. അപ്പം അതാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു ഈ ചാനലിൽ തന്നെ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ്. ഇവിടെ തിയേറ്റർ സീൻസ് മാറണം. ചെറുതായി മാറിക്കൊണ്ടിരിക്കേണ്ട, പക്ഷേ ഇതും പോരാ. നമ്മുടെ കഷ്ടപ്പെടുണ്ടാക്കിയ പൈസയ്ക്ക് നമുക്ക് മൂല്യം കിട്ടണ്ടേ. അതുകൊണ്ടാണ് ഞാൻ മൂല്യം കിട്ടുന്ന സ്ഥലങ്ങൾ നിങ്ങളോട് ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ചിട്ട് തൃപ്പൂണിത്തുറയിലുള്ള ഈ ഓൾഡ് സെൻട്രൽ ടോക്കീസ് വളരെ
മൂല്യം നൽകുന്ന ഒരു തിയേറ്ററായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നത്. എന്തായാലും നിങ്ങൾ പോയി നോക്കുക, എൻ്റെ അഭിപ്രായം പറയുക. പിന്നെ വനിതയിലുള്ള ആ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക വൈബ് ഉണ്ടല്ലോ ഫസ്റ്റ് ഡേ, ആ വൈബ് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അതുപോലുള്ള ക്രൗഡ് വരുന്ന മാധുരിയിലോ വനിതയിലോ എവിടെയെങ്കിലും പോകണം. കവിതയിൽ പിന്നെ നിങ്ങൾക്ക് അറിയാലോ വൈബ് ഉണ്ടാവും, പക്ഷെ വേറെ ഒന്നും കിട്ടൂല. അതാണ് എൻ്റെ അഭിപ്രായം. അവിടെ സിനിമ കാണാൻ പറ്റില്ല, വൈബ് ഉണ്ടാവും. സിനിമ കാണാമെങ്കിൽ നമ്മളൊരു ടോർച്ചോ എന്തെങ്കിലും പിടിച്ചുകൊണ്ട് പോകണം. കാരണം സുജിത് വാസുദേവ്, ലൂസിഫറിൻ്റെ DOP ക്യാമറമാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന അവസ്ഥ എന്താണെന്നുള്ളത്. ക്യൂ സ്റ്റുഡിയോയിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, പോയി കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ മനസ്സിലാവും എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്ക് ഞാൻ അവിടെ ബറോസ് കണ്ടിട്ട് മതിയായതാണ്. ഞാൻ അതുകൊണ്ട് അത്രയും ഡെസ്പായിട്ട് ഞാൻ വീഡിയോ പോലും ഇട്ടിട്ടില്ല. അതിൻ്റെ അത്രയും രസമായിരുന്നു ബറോസിൻ്റെ എക്സ്പീരിയൻസ്. ആ സിനിമയെ തന്നെ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതേ ഞാൻ വനിതയിലല്ലേ കണ്ടത്. അതേ വനിതയിലാണ് ഞാൻ FDFS കണ്ടത്, ബറോസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മയും അനിയനെയും കൊണ്ട് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടാമത് കാണാൻ നിർബന്ധിതനായി അതേ സിനിമ. അത് തന്നെ ഒരു ടോർച്ചർ എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൂടാതെ ഈ തിയേറ്ററും കൂടി ടോർച്ചറിൻ്റെ മുകളിൽ ടോർച്ചർ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. എൻ്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത്. തികച്ചും സ്ട്രിക്ട്ലി പേഴ്സണൽ ഒപ്പീനിയൻ. എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല, ആ തിയേറ്റർ ഇഷ്ടപ്പെട്ടില്ല. പണ്ട് ഒരിടക്ക് ഞാൻ എന്തോരം സിനിമ കണ്ട തിയേറ്ററാണെന്നറിയാമോ. അവിടുത്തെ തുടരിൻ്റെ കളക്ഷൻ നിങ്ങളൊന്ന് നോക്കണം. ആ കളക്ഷനിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് ഒരു നല്ല പ്രൊജക്ടർ മേടിച്ച് വെക്കടേ. ഇതാണ് എനിക്ക് അതിൻ്റെ ഓണറിനോട് പറയാനുള്ളത്. അത് അറ്റ്മോസ് ആക്കേണ്ട സമയം ഇനി ജാമ്പവാൻ നേരിട്ടൊന്ന് പറയേണ്ടി വരും. അതായത് എന്തുവാടെ നാണമില്ലേ അറ്റ്മോസ് ആക്കിക്കൂടെ എന്ന് ജാമ്പവാൻ പറയും ചിലപ്പോൾ. അങ്ങനത്തെ അവസ്ഥയിലാണ് കവിത തിയേറ്ററൊക്കെ നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതൊക്കെ ആരോട് പറയാനാടേ. ഇവിടെ അപ്പടി എന്താ പറയുക, കൊച്ചിയാണ് സിനിമകളുടെ ആസ്ഥാനമാണെന്നൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. നല്ലൊരു തിയേറ്ററിൻ്റെ നല്ല നല്ല തിയേറ്ററുകളൊക്കെ കാണിച്ചു വെച്ചേക്കണ കാണണം. ഇപ്പം മെയിൻ നമ്മുടെ ലിസ്റ്റഡ് തിയേറ്റേഴ്സിൻ്റെയൊക്കെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ പരിതാപകരമാണ്. അതൊക്കെ തൃശ്ശൂരും ട്രിവാൻഡ്രമൊക്കെ കണ്ടുപിടിക്കണം, എറണാകുളത്തുള്ള തിയേറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ. കാരണം ട്രിവാൻഡ്രത്ത് ഗവൺമെൻറ്റിൻ്റെ കൈരളി നിലാശ്രീ 4K ലേസർ വിത്ത് അറ്റ്മോസ്. ഇതുകൂടാതെ നമ്മുടെ തൃശ്ശൂരാണെങ്കിൽ എനിക്കൊന്നൊരു 10 തിയേറ്ററെങ്കിലും പറയാനുണ്ട്, ഇൻക്ലൂഡിങ് രാഗം ജോസ് കൂടാതെ വേറെ 8 തിയേറ്റർ പറയാനുണ്ട്. അവിടെ ഗാനം, പിന്നെ അതുപോലെ എന്താണ് ഇപ്പോൾ ശിവദം, അങ്ങനെ എന്തോരം തിയേറ്റേഴ്സ് ഡേ, എന്തോരം തിയേറ്റേഴ്സ് എല്ലാം. ഇപ്പം ബി സിനിമാസാ അത് കൊടുങ്ങല്ലൂരാണുകൊണ്ട് കുറേ വന്നിട്ടുണ്ട്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് എടുത്ത് നോക്കിയാൽ 10 തിയേറ്ററെങ്കിലും ഉണ്ടാവും 4K ലേസർ അറ്റ്മോസ് എക്യുപ്പ് ചെയ്തിട്ടുള്ള എന്തോരം തിയേറ്റേഴ്സാണ്. തൃശ്ശൂരുകാരോട് എനിക്ക് ഭയങ്കര അസൂയ തോന്നണം കേട്ടോ. കാരണം അത്ര കിടിലൻ തിയേറ്റേഴ്സ്, അതും കട്ട അഫോർഡബിൾ പ്രൈസിങ്ങിൽ. അൺഫോർച്ചുനേറ്റ്ലി രാഗം തിയേറ്ററിൻ്റെ പ്രൈസിങ് ഇപ്പോൾ കൂട്ടിയെന്നെന്തോ ആണ് ഞാൻ അറിഞ്ഞത്. അത് എഫക്റ്റീവ് ആയോന്ന് എനിക്കറിയത്തില്ല, അത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. എന്തായാലും ചെക്ക് ചെയ്തിട്ട് ഞാൻ ബാക്കി പറയാം. എന്തോ 125 രൂപയിൽ നിന്ന് അതിപ്പോൾ 170 എന്തോ ആക്കി. പുതിയ എന്തോ മാനേജ്മെൻറ്റ് വന്നെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ വാട്സാപ്പ് എന്താ പറയുക മെസ്സേജുകളും അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ വരുന്ന ന്യൂസ് അത്ര വിശ്വസനീയമല്ല. എന്തായാലും ബുക്ക് മൈ ഷോ ഒക്കെ എടുത്ത് നോക്കാം, എന്നിട്ട് ഞാൻ പറയാം എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെപ്പറ്റി അറിയാമെങ്കിൽ രാഗത്തിൻ്റെ പ്രൈസ് റിവൈസ് ചെയ്തു എന്തോ സ്ഥിരമായിട്ട് രാഗത്തിൽ സിനിമ കാണാൻ പോലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, അപ്പോൾ എന്തായാലും എനിക്ക് ഈ തിയേറ്ററും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ, ഇതുവരെ പോയിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ക്രീൻ 1 ഇസ് എ മസ്റ്റ് എക്സ്പീരിയൻസ് ഫോർ ഇൻ മൈ ഒപ്പീനിയൻ. സ്ക്രീൻ 1 നിങ്ങൾ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. കാലക്കം തിയേറ്ററാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ശരി. പിന്നെ പാർക്കിങ്, ഫ്രീ പാർക്കിംഗ് ആടേ. മൾട്ടിപ്ലക്സസ് കേൾക്കുന്നുണ്ടാവല്ലോ, ഇത് ഫ്രീ പാർക്കിംഗ് കേട്ടാ. 5 പൈസ ചിലവില്ല പാർക്കിങ്ങിന്. അത് ജനങ്ങൾ ഓർത്തിരുന്നോ. ഈ മൾട്ടിപ്ലക്സുകാർ മണിക്കൂറിന് മറ്റേ പൈസ മേടിക്കുന്ന ടീമാണല്ലോ. ഒന്ന് കേട്ടോ, ഫ്രീ പാർക്കിംഗ്. ഓവർ പ്രൈസ്ഡ് ഫുഡില്ല ഇവിടെ, ഓവർ പ്രൈസ്ഡ് ടിക്കറ്റ് ഇല്ല, ആൾക്കാരെ ലൂട്ട് ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് തിയേറ്റർ നടത്തേണ്ടത്. അപ്പോൾ ശരി, ബൈ ബൈ.